ട്രേഡിംഗ് ഇന്ത്യയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. വെള്ളിയാഴ്ച US മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡൗ ജോൺസ് 34 പോയിന്റ് പോസിറ്റീവ് ആയിട്ടും S&P 18 പോയിന്റും നസ്ഡാക്ക് 87 പോയിന്റും നെഗറ്റീവ് ആയിട്ടുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ഒരു നെഗറ്റീവ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മിക്സഡ് ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു നെഗറ്റീവ് ആണ്, 37 പോയിന്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും തമ്മിലുള്ള മീറ്റിംഗിന് ശേഷം മാർക്കറ്റ് തിങ്കളാഴ്ച ആദ്യം തുറക്കുന്നത് ഏഷ്യൻ മാർക്കറ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് ഏഷ്യൻ മാർക്കറ്റിൽ കാണാൻ സാധിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. ഏഷ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയെ ബാധിക്കുന്ന രീതിയിലല്ലാത്ത മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൊമെന്റത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി നെഗറ്റീവ് ആണെങ്കിലും മിക്കവാറും തിങ്കളാഴ്ച ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടായിരിക്കും. ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി, പ്രത്യേകിച്ച് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിലും മാർക്കറ്റ് മിക്കവാറും നല്ലൊരു റാലി നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഏകദേശം 6 ആഴ്ച കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ബെയറിഷ് മാർക്കറ്റ് ആയിരുന്നു. 6 വീക്കിലി ക്യാൻഡിലുകളും റെഡ് ആയിരുന്നു. വരുന്ന ആഴ്ചയിൽ ഒരു ഗ്രീൻ ക്യാൻഡില് ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രീനിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച. ഇത് ഒരു റിക്കവറിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോ ഒരു ഷോർട്ട് ടൈം ചെറിയൊരു റാലി നടത്താനുള്ള സാധ്യതയുണ്ട്. ഫുൾ റിക്കവർ ആകാനുള്ള സാധ്യത കുറവാണ്. ഒരു ഷോർട്ട് ടൈം റാലി ആയിരിക്കും ഇപ്പൊ നടത്താൻ പോകുന്നത്. കയറുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50% റീട്രേസ്മെന്റിന് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 25,000 100 ലെവലിലൊക്കെ ആയിരിക്കും അടുത്തൊരു റിജക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലായിട്ടുള്ളത്. 25,000 ഒക്കെ മാർക്കറ്റ് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക്ഔട്ട് മാർക്കറ്റിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ മാർക്കറ്റ് ഒരു റിവേഴ്സിന് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഒരു ഹയർ ഹൈ ഫോർമേഷനിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീക്ക്ലി അനാലിസിസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോവാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമുക്ക് ഈ ഒരു ലോയും പിന്നെ ഈ ഒരു ലോയും വന്നതിന് ശേഷം ഈ ഹൈക്ക് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഈ ലോയുടെ മുകളിൽ ഒരു ഹയർ ലോ, അതായത് ഇവിടെ നിന്നൊരു ഹയർ ഹൈ വന്നു, ഇവിടെ നിന്നൊരു ഹയർ ലോ വന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് മൊത്തത്തിലൊരു സൈഡ് വേസ് ആയിരുന്നു. അപ്പം ഇവിടെ നിന്ന് ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക്ഔട്ട് മുകളിലോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പുതിയൊരു ഹൈ കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഹൈക്ക് മുകളിൽ, അതായത് നമുക്ക് ഈ ഹൈയുടെ മുകളിൽ പുതിയൊരു ഹൈ വന്നു. ഇനി ഇതിന് താഴെ വരാണ്ട്, ഇതൊരു സൈഡ് വേസ് ആണ്, ഇതിന് മുകളിൽ പുതിയ ഹൈ കൂടെ ക്രിയേറ്റ് ചെയ്യുകയും ഇതിന് മുകളിൽ പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇതിന് മുകളിൽ പുതിയൊരു ലോ വരണം. നമ്മൾ പ്രൈസ് ആക്ഷനിൽ പഠിപ്പിച്ചിട്ടുള്ള പോലെ തന്നെ നമുക്ക് ഒരു ഡൗൺ ട്രെൻഡിൽ വന്ന മാർക്കറ്റിൽ എപ്പോഴാണ് മാർക്കറ്റ് ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്കൊരു സിഗ്നൽ കിട്ടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഒരു ബെൻഡ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായിട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് മാർക്കറ്റ് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ബെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ടും ഈ ലോ കട്ട് ചെയ്ത് മുകളിലോട്ടും അവിടെ ഒരു ബെൻഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതൊരു ഷോർട്ട് ടൈം ഒരു റിവേഴ്സ് ആണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. പക്ഷെ ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴത്തേക്കും ഇതൊരു റിവേഴ്സ് അല്ല, ലോവർ ടൈം ഫ്രെയിമിൽ മാത്രമാണ് ഒരു റിവേഴ്സ് ഫോം ചെയ്തിട്ടുള്ളത്. സോറി. നമുക്ക് തിങ്കളാഴ്ചത്തെ ലെവൽസ് നോക്കാം. തിങ്കളാഴ്ചത്തെ ലെവൽസ് 24,000
740 ഈ ഒരു റേഞ്ചിന് മുകളിൽ, 730 ഈ ഒരു റേഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം. കാരണം എന്ന് പറയുന്നത് ഈ ഹൈക്ക് മുകളിലോട്ട് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യണം. ഈ ഹൈക്ക് മുകളിൽ ഇവിടുന്ന് ഈ ഒരു ഈക്വൽ ഹൈ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ട് റിവേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 24,731 മുകളിൽ 15 മിനിറ്റ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം. ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോവാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് 15 മിനിറ്റ് 24,731 മുകളിലോട്ട് ഒരു റിവേഴ്സ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ചെറിയ ടാർഗറ്റ് ആണ് 24, ഈ ഒരു ഹൈയും ചെറിയൊരു ടാർഗറ്റ് ആണ്. 24,731 50 പോയിന്റിന്റെ ടാർഗറ്റ് ആണ്. മാർക്കറ്റ് ചിലപ്പോ ഇവിടെ നിന്നൊരു ഒരു റിവേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ഇനി തിങ്കളാഴ്ച വലിയൊരു ഒരു ഗ്യാപ്പ് അപ്പ് ആണ് വന്ന് ഇതിന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോറി ഓക്കെ 24,780 800 മുകളിൽ വലിയൊരു ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ആണ് മാർക്കറ്റിൽ കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് വലിയൊരു ബുള്ളിഷിലോട്ട് മാർക്കറ്റ് പോകും. അല്ല ഇതിനുള്ളിലാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, ഇതിനുള്ളിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകണം. ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 780 790 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 100 പോയിന്റിന്റെ ടാർഗറ്റ് ഉണ്ടാവും. 24,880 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. 24,880. ഓക്കെ. ഇനി മാർക്കറ്റിൽ ഏറ്റവും നല്ല മാർക്കറ്റ് എന്ന് പറയുന്നത് തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിലാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ലോക്ക് താഴെ 24,603 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മുകളിലോട്ട് എൻട്രി നോക്കാം. മാർക്കറ്റ് ഒരു പോസിറ്റീവിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ 24,600 താഴെ സ്റ്റോപ്പ് ലോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ 24,730 വരയ്ക്കും മാർക്കറ്റ് കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. താഴോട്ട് 15 മിനിറ്റ്സിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ട് നോക്കിയാൽ മതി. മാർക്കറ്റ് 24,600 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലി പ്രതീക്ഷിക്കാം. നമുക്ക് ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച സ്റ്റോക്ക് FIs 1,927 കോടിക്ക് സെല്ലിംഗ് ആയിരുന്നു. DIs 3,896 കോടിക്ക് ബൈയിങ് ആണ്. മാർക്കറ്റില് FIs നമുക്കിത് നോക്കാം, ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കാം. ഫീച്ചേഴ്സിൽ ഒരുപാട് FIs ഒരുപാട് പൊസിഷൻസ് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നേരത്തെ ഡേ ക്യാൻഡലിന്റെ ചാർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് കയറിയാലും ഒരു 50% റീട്രേസ്മെന്റിൽ ഒരു റിജക്ഷനുള്ള സാധ്യതയുണ്ട്. 24,500 എന്ന് പറയുന്നത് 25,000 എന്ന് പറയുന്നത് വലിയൊരു മേജർ റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും. അവിടെ നിന്ന് തന്നെ FIs മിക്കവാറും അവിടുന്ന് ഒരു സെല്ലിങ്ങിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇപ്പൊ എന്തായാലും ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ ഷോർട്ട് ചെയ്തിരിക്കുന്ന FIsന് ഒരു ഷോർട്ട് കവറിംഗ് നടത്തേണ്ടി വരും. അപ്പം മാർക്കറ്റിനെ ഒന്ന് ചിലപ്പോൾ ചെറുതായിട്ട് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് മാർക്കറ്റ് 23,700 വരയ്ക്കൊക്കെ ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വരും ദിവസങ്ങൾ. അത് കഴിഞ്ഞ വീക്ക്ലി അനാലിസിസിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലാണ് 23,700. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIs കോൾ ഓപ്ഷൻ 32,029 ക്വാണ്ടിറ്റി സെല്ലിങ്ങും പുട്ട് ഓപ്ഷൻ 2.56 ലാക്ക് ക്വാണ്ടിറ്റി ബൈയിങ്ങും ആണ്. പ്രോ 1.45 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിങ്ങും 89,428
428 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. ക്ലൈന്റ് 1.71 lakh ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ്ങും 3.91 lakh ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ഓക്കെ. മാർക്കറ്റിൽ മിക്കവാറും ഒരു ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. അപ്പം ഷോർട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക, ഫ്യൂച്ചേഴ്സ് സെല് ചെയ്യുന്നവരും ശ്രദ്ധിക്കുക. തിങ്കളാഴ്ചത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു സെല്ലിംഗ് സോൺ വരുന്നത് 75 മിനിറ്റ്സിൽ 24,880, 24,882 മുതൽ 24,959 വരെ വരുന്ന 75 മിനിറ്റ്സിന്റെ ഒരു സപ്ലൈ സോൺ ഉണ്ട്. അതിന് മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 റേഞ്ചിൽ തന്നെ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. 25,050 താഴെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നിന്ന് ഒരു ഗ്യാപ്പ് ഫില്ല് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിജക്ഷന് സാധ്യതയുണ്ട്. നേരത്തെ ഡേ ക്യാൻഡലിൽ പറഞ്ഞ ആ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ ആണ് അവിടെ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വരുന്നത്. ഇതെന്ന് പറയുന്നത് 50% ടു 0.618% വരുന്ന ഒരു റീട്രേസ്മെന്റ് ഏരിയ ആണ്. അത് തന്നെയാണ് നമുക്ക് പ്രൈസ് ആക്ഷനിൽ വരുന്ന ഈ ഒരു ഗ്യാപ്പ്. അപ്പോ അവിടെ മാർക്കറ്റ് മുകളിലോട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ 25,000 റേഞ്ചിൽ സ്ട്രോങ് ഒരു റിജക്ഷനുള്ള സാധ്യതയുണ്ട്. അവിടുന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമേ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,616 ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഇനിയിപ്പം ഗിഫ്റ്റ് നിഫ്റ്റി ഡൗൺ ആയത് കൊണ്ട് മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണോ വരികയാണെങ്കിൽ പോലും 24,601 586 മുകളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് എൻട്രി നോക്കാം. നാരോ സി പി ആർ ആണ്, ഏകദേശം 3 പോയിന്റിന്റെ അഞ്ച് പോയിന്റിന്റെ നാരോ സി പി ആർ ആണ് വരുന്നത്. മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം വ്യാഴാഴ്ച മാർക്കറ്റ് സൈഡ് വൈസ് ആയിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിൽ പോസിറ്റീവ് ന്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ട്രെൻഡിങ്ങിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. തൊട്ട് മുകളിൽ വരുന്ന റെസിസ്റ്റൻസ് 24,665, 24,681 ഇത് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വ്യാഴാഴ്ച സസ്റ്റെയിൻ ചെയ്ത ആ ഒരു ഏരിയ, ഈ ഒരു റേഞ്ച് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 24,771, 24,771, പിന്നെ വരുന്ന 24,747, 24,763, പിന്നെ ഏറ്റവും ടോപ്പിൽ വരുന്നത് നേരത്തെ ഡേ ക്യാൻഡിൽ പറഞ്ഞ 24,834, 24,850. മാർക്കറ്റ് ഇതുവരെയും ഒരു റാലിക്കുള്ള സാധ്യത 850 വരെ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലൈവ് മാർക്കറ്റിൽ ഉണ്ടാവും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.